എല്ലാത്തിനും പരിഹാരം കണ്ടുപിടിക്കും. നിങ്ങൾ ഉത്കണ്ഠപ്പെടും പോലെ ഒരു CPI CPM പാർട്ടിയില്ല. പിന്നെ CPIയിൽ അത് വേറൊരു വിവാദമാണ്. CPIയിൽ തർക്കം, അവിടെ അങ്ങനെ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ. ഇവിടുത്തെ കാര്യം പറയാൻ ഇവിടെ CPIക്ക് നേതൃത്വമുണ്ട് എന്നത് പറയും. ഇവിടെയും അവിടെയും ഒന്നും രണ്ട് കാഴ്ചപ്പാട് CPIക്കില്ല. ഇവിടെയും അവിടെയും ഒന്നും രണ്ട് കാഴ്ചപ്പാട് CPIക്കില്ല. കേരളത്തിലെ CPI രാഷ്ട്രീയം പറയേണ്ടത്, നിലപാട് പറയേണ്ടത് കേരളത്തിലെ CPI സ്റ്റേറ്റ് സെക്രട്ടറിയാണ്, അതല്ലാതെ ആരുമല്ല. നിങ്ങൾ എഴുതാപ്പുറം വായിക്കാൻ എന്തിനാണ്? എഴുതാപ്പുറം വായിക്കാനും പാടില്ല. ആനി രാജ NFIW നേതാവാണ്. അവർ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി അംഗമാണ്. കേരളത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിലപാട് പറയേണ്ടത് കേരളത്തിലെ പാർട്ടിയാണ്, സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. ഇതെല്ലാം പാർട്ടിക്കകത്തുള്ള വ്യവസ്ഥാപിതമായ എല്ലാവർക്കും ബോധ്യമുള്ള അടിസ്ഥാന പാഠങ്ങളാണ്. ഒന്നും അറിയാത്ത ഏതെങ്കിലും മാധ്യമങ്ങളോ ആളുകളോ ഉണ്ടെങ്കിൽ അത് CPIയുടെ കുറ്റമല്ല. ഇത്രയധികം ആരോപണ വിധേയനായ വ്യക്തി MLA സ്ഥാനത്ത് തുടരുന്നത് ധാർമ്മികമായി ശരിയാണോ? ഞാൻ പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അല്ല സഖാവ്, മറ്റൊരു കാര്യം, അതായത് മുകേഷിന്റെ രാജി ചോദിക്കുമ്പോൾ ഇടത് നേതാക്കന്മാർ പറയുന്ന ഒരു കാര്യം, UDFന്റെ കാലത്ത് അവരുടെ MLA മാർ രാജിവെച്ചിട്ടില്ലല്ലോ. ഇത്തരം ഇതേപ്പറ്റി CPIക്ക് എന്താണോ പറയുന്നത് അതെല്ലാം CPIക്ക് വേണ്ടി CPI സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു.